വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മരണം എന്ന വിഷയം. വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ, ദൈവം ഉള്ള വ്യക്തിയാകട്ടെ ദൈവം ഇല്ലാത്ത വ്യക്തിയാകട്ടെ, ഈ ഭൂമിയിൽ ജനിക്കുന്ന ഏതൊരു മനുഷ്യനും മരണം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, വിശ്വാസികളായ സമൂഹത്തിന്റെ ഇടയിലും അവിശ്വാസികളായ സമൂഹത്തിന്റെ ഇടയിലും മരണം എന്ന വിഷയത്തെ കുറിച്ച് അവർക്ക് വളരെ അധികമായി അറിയണമെന്ന് ആഗ്രഹം ഉള്ളതായി പല സ്ഥലങ്ങളിൽ നിന്ന് പലരും ചോദിക്കുന്നതായിട്ട് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ ചിന്തയുടെ ആഴത്തിലേക്ക് നമ്മൾ കടന്നു പോകുകയാണ്. സാധാരണ മരണം എന്ന് പറയുമ്പോൾ വിച്ഛേദിക്കപ്പെടുക, വേർപെടുക, വേർപെടുത്തുക, ബന്ധം വിച്ഛേദിക്കുക എന്നിത്യാദിയാണ് നമ്മൾ കേട്ടുവരുന്നതായ അറിവുകൾ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കട്ടെ. ബന്ധം വേർപെടുക എന്ന് പറയുമ്പോൾ, ബന്ധം വിച്ഛേദിക്കുക എന്ന് പറയുമ്പോൾ, മനുഷ്യന്റെ ജീവിതത്തിലെ ബന്ധം വിച്ഛേദിക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമാണ്. ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ തന്റെ കരം കൊണ്ട് മണ്ണെടുത്ത് സൃഷ്ടിച്ചു. അതിനുശേഷം ദൈവം ആ മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുന്നു. ദൈവം തന്റെ കൈകൊണ്ട് നിലത്തെ പൊടിയെടുത്ത് മനുഷ്യന്റെ ശരീരം ഈ കാണുന്ന രൂപത്തിൽ നിർമ്മിച്ചതിന് ശേഷം ദൈവം അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അങ്ങനെ ജീവനുള്ള ദേഹിയായി തീർന്ന മനുഷ്യൻ ദൈവത്തിന്റെ നിയമം, ദൈവത്തിന്റെ വാക്ക്, ദൈവത്തിന്റെ കൽപ്പന, ദൈവം പറഞ്ഞത് അനുസരിക്കാതെ ഇരുന്നാൽ അവന് തീർച്ചയായും മരണം ഉണ്ടാകുമെന്ന് ദൈവം പറഞ്ഞു. അതാണ് ബൈബിളിൽ നമുക്ക് ആദ്യമായിട്ട് മരണത്തെ കുറിച്ച് കാണാൻ കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിലാണ് മരണം എന്ന വാക്ക് ആദ്യമായിട്ട് ബൈബിളിൽ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം ഭക്ഷിക്കരുത്, ഭക്ഷിക്കുന്ന ദിവസം നിശ്ചയമായും നീ മരിക്കും. ആദാമിനോട് ഹവ്വായോടും ദൈവം പറയുന്ന പ്രസ്താവനയാണ്. പ്രത്യേകിച്ച് ഇവിടെ ആദാം എന്ന ഒരു വ്യക്തിയോടാണ് ദൈവം പറയുന്നത്, ഭക്ഷിക്കുന്ന ദിവസം നിശ്ചയമായും നീ മരിക്കും. ദൈവത്തിന്റെ വാക്ക്, ദൈവത്തിന്റെ അരുളപ്പാട്, ദൈവത്തിന്റെ പ്രസ്താവന, ദൈവത്തിന്റെ പ്രഖ്യാപനം അനുസരിക്കാതെ ഇരുന്നാൽ ആ വ്യക്തി മരിക്കുമെന്ന് ദൈവം തന്നെ ആദാമിനോട് പറഞ്ഞതായി ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. പക്ഷേ ആദാം മരിച്ചു. ആദാം എത്ര വർഷം ജീവിച്ചെന്ന് നിങ്ങൾക്കറിയാമോ? 930 വർഷം വരെ ജീവിച്ചു. എപ്പോഴാണ് ദൈവം മരിക്കുമെന്ന് പറഞ്ഞതോ ആദാം മരിച്ചതോ എന്ന് ബൈബിളിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. അനുസരണക്കേട് കാണിച്ചു ദൈവം പറഞ്ഞതുപോലെ ആദാം മരിച്ചു. മരിച്ചിട്ടും ആദാം ശരീരത്തിൽ ജീവിച്ചു. അങ്ങനെ 930 വർഷം ആദാം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന് പിന്നീടാണ് നാം ആദാമിന്റെ മരണത്തെ കുറിച്ച് കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം, ആദാമിന്റെ ആയുഷ്കാലം ആകെ 930 വർഷമായിരുന്നു. പിന്നീട് അവൻ മരിച്ചു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ദൈവം പറഞ്ഞ വാക്ക് അനുസരിക്കാതെ
തിരസ്കരിച്ചു അതിനെ എതിർത്തപ്പോൾ ദൈവം പറഞ്ഞതുപോലെ ആദാം മരിച്ചു. ഈ മരണം ശരീര മരണമല്ല, ബാഹ്യമായ മരണമല്ല, ആന്തരിക മരണമാണ്. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, മണ്ണുകൊണ്ട് മനുഷ്യന്റെ ശരീരം സൃഷ്ടിച്ചു. അതിനുശേഷം അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. ആ ജീവശ്വാസം ഊതിയപ്പോൾ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു. എന്നാൽ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, മനുഷ്യന്റെ ദേഹി ഇതിനെ ജീവനെന്നോ പ്രാണനെന്നോ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് തിരിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. മനുഷ്യന്റെ ജീവൻ, മനുഷ്യന്റെ പ്രാണൻ, മനുഷ്യന്റെ ദേഹി, ഈ ദേഹിക്കാണ് മരണം സംഭവിച്ചത്. കാരണം ദൈവവുമായി നല്ല ബന്ധം ഒരു മനുഷ്യനുണ്ടാകണമെങ്കിൽ അവന്റെ ആന്തരിക ആളത്വമാകുന്ന പ്രാണനും ആത്മാവും ഒരുമിച്ച് ബന്ധപ്പെടണം. അങ്ങനെ പ്രാണനും ആത്മാവും ഒരുമിച്ച് ബന്ധപ്പെടുമ്പോഴാണ് ഒരു മനുഷ്യന് ദൈവവുമായി നല്ല ബന്ധമുണ്ടാകുന്നത്. ആ ബന്ധം നല്ലതുപോലെ ആകാതിരിക്കണമെന്ന് മനുഷ്യൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം പറഞ്ഞ വാക്കിനെ തിരസ്കരിച്ചപ്പോൾ, ധിക്കരിച്ചപ്പോൾ, അതിനെ ലംഘിച്ചപ്പോൾ മനുഷ്യന്റെ അകത്ത് ഉള്ളിൽ സംഭവിച്ച ആ ഒരു അവസ്ഥയാണ് ഇവിടെ ആത്മീയ മരണമെന്ന് നമുക്ക് പേര് പറയാം. ബൈബിൾ പഠിക്കുമ്പോൾ ഒത്തിരി മരണങ്ങളുണ്ട്. ഞാൻ ഓരോന്നായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇന്ന് പറയട്ടെ. ഒന്നാമത്തെ മരണം എന്ന് പറയുന്നത് സ്പിരിച്വൽ ഡെത്ത്, ആത്മീക മരണമാണ്. ദൈവസന്നിധിയിൽ ദൈവം ചെയ്യല്ലെന്ന് പറഞ്ഞ കാര്യം ചെയ്തപ്പോൾ, ദൈവം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം ചെയ്തപ്പോൾ, അനുസരണക്കേട് മൂലം, അംഗീകാരത്തിന് പകരം തിരസ്കരണം മൂലം, ആഗ്രഹങ്ങൾ നല്ലതാണെങ്കിൽ ആ നല്ല ആഗ്രഹത്തിന് എതിരായ ആഗ്രഹ പ്രകടന പ്രവൃത്തിയിലൂടെ മനുഷ്യന്റെ ആന്തരികമായി അകമേ ഉള്ളവയിൽ സംഭവിച്ച ആ വ്യതിയാനത്തെയാണ് ബൈബിളിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് ആത്മീക മരണം. എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിച്ചാൽ, എഫെസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാൽ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതിക്രമങ്ങളാലും പാപങ്ങളാലും നിങ്ങൾ മരിച്ചവരായിരുന്നു. ഈ മരണത്തിലാണ് ആന്തരിക മരണമെന്നോ ആത്മീയ മരണമെന്നോ ആണത്വത്തിന്റെ നിദ്രയെന്നോ പ്രാണ ആത്മാക്കൾ ഒരുമിച്ച് ചേർന്ന് ദൈവത്തോട് വിയോജിപ്പുള്ളവരായി, എതിർപ്പുള്ളവരായി, ദൈവത്തെ എതിർത്ത് ലംഘനത്തിന്, പാപത്തിന് വിധേയരായ അവസ്ഥയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ദൈവവുമായുള്ള അടുപ്പത്തിൽ നിന്ന് ഒരു മനുഷ്യൻ അകന്നു പോകുന്നതിനെയാണ് ആത്മീയ മരണം എന്ന് പറയുന്നത്. ദൈവവുമായി അടുത്ത സഹവാസമുള്ള വ്യക്തി അകന്നു പോകുന്നതിനെ ആത്മീക മരണം എന്ന് പറയുന്നു. ദൈവികമായി ദൈവത്തോട് സദാസമയവും കൂട്ടായ്മ മുഖാന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് അകന്ന് കൂട്ടായ്മ ഇല്ലാത്ത വ്യക്തിയായി തീരുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന പേരാണ് ആത്മീക മരണം. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, അനുസരണക്കേട് മുഖാന്തരം ആദാം ഹവ്വ ഈ ഭാര്യയും ഭർത്താവും ദൈവിക കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോയതിനെയാണ് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം ഭക്ഷിക്കരുത്, ഭക്ഷിക്കുന്ന ദിവസം നിശ്ചയമായി നീ മരിക്കും. ഏത് ദിവസമാണ് ആദാമും ഹവ്വയും കൂടെ ദൈവം തിന്നരുതെന്ന് പറഞ്ഞത്? ദൈവം അനുവാദം കൊടുക്കാതിരുന്ന ആ വൃക്ഷത്തിന്റെ ഫലം തിന്ന ദിവസം അവർ രണ്ടുപേരും മരിച്ചുപോയി. എന്നാൽ
അങ്ങനെ മരിച്ചുപോയ ആദാം 930 വർഷം വരെ ശരീരത്തിൽ മരണമില്ലാതെ ജീവിച്ചിരുന്നു എന്ന് നമ്മൾ ബൈബിളിലൂടെ വായിക്കുമ്പോൾ ആത്മീക മരണം എന്ന് പറയുന്നത് ആന്തരികമാണ്, ആളത്വത്തെ ബാധിക്കുന്നതാണ്. പ്രാണനെയും ദേഹിയെയും ഉൾപ്പെടെ, ആത്മാവിനെയും ദേഹിയെയും ഉൾപ്പെടെ ബാധിക്കുന്ന ഒരു മരണമാണ്. ഈ മരണത്തിന് ഫലമായി മനുഷ്യന് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ദൈവത്തോട് അകന്നു പോകും, ദൈവിക കൂട്ടായ്മയോട് അകന്നു പോകും, ദൈവിക ബന്ധത്തോട് അകന്നു പോകും. എന്നെ കേൾക്കുന്ന പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, എഫെസ്യരുടെ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിങ്ങൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. ആമേൻ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ആത്മീയ മരണത്തിൽ പങ്കാളികളായിരുന്നു. ആത്മീയ ബന്ധത്തിൽ മനുഷ്യർ അകപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കാലത്തിന്റെ സമ്പൂർണതയിൽ കർത്താവായ യേശു ഒരു ശരീരമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിൽ പ്രിയ വാത്സല്യമുള്ള വിശ്വാസികളായ ദൈവമക്കളെ, ദൈവനാമത്തിൽ ഇന്ന് വെക്കാൻ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും ആന്തരികമായി ആത്മീയമായി മരിച്ചവരായിരുന്ന നമുക്ക് എന്താവശ്യമാണ്? ഒരു ജീവൻ ആവശ്യമാണ്, ഒരു മടങ്ങിവരവ് ആവശ്യമാണ്, ഒരു ഉദ്ധാരണം ആവശ്യമാണ്, ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആവശ്യമാണ്. ആ ആവശ്യത്തിന് വേണ്ടിയാണ് കർത്താവായ യേശുവിനെ നാം ഡിപ്പെൻഡ് ചെയ്യുന്നത്. കർത്താവായ യേശു എന്ന ഏക രക്ഷകൻ മുഖാന്തരമല്ലാതെ, ഏക കർത്താവ് മുഖാന്തരമല്ലാതെ, ഏക മിശിഹ മുഖാന്തരമല്ലാതെ, ഏക വീണ്ടെടുപ്പുകാരൻ മുഖാന്തരമല്ലാതെ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ആത്മീയ മരണത്തിൽ നിന്ന് മടങ്ങി വന്ന് രക്ഷപ്പെടുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. അങ്ങനെ ആ കർത്താവ് എന്ന മഹാദൈവ മുഖാന്തരം നമുക്ക് ആത്മീയ മരണത്തിൽ നിന്ന് പാപമോചനത്തിലൂടെ കർത്താവായ യേശു എന്ന ഏകൻ മുഖാന്തരം മടങ്ങി വന്ന് ഒരു ജീവൻ പ്രാപിക്കുവാൻ ഇടയാക്കിയതോർത്ത് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ നമ്മൾ ആത്മീയമായ മരണത്തിൽ നിന്ന് ജീവൻ പ്രാപിച്ചതുകൊണ്ടാണ് ഈ ദൈവാരാധനയിൽ കർത്താവിന്റെ മക്കളായി ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ ഇനി അങ്ങനത്തെ ഒരു മരണത്തിലേക്ക് കടന്നു പോകാതെ ഇരിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ദൈവമില്ലാത്തവരായി, ദൈവത്തെ കുറിച്ച് ചിന്തയില്ലാത്തവരായി, ദൈവത്തെ കുറിച്ച് ദാഹമില്ലാത്തവരായി, ദൈവത്തെ കുറിച്ച് ആഗ്രഹമില്ലാത്തവരായി, ദൈവത്തെ കുറിച്ച് ഓർമ്മയില്ലാത്തവരായി നമുക്ക് ബോധിച്ചുകൊണ്ടും പാപത്തിന്റെ മാർഗത്തിലൂടെ തന്നെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചവരെങ്കിൽ അവിടെ നിന്ന് കർത്താവായ യേശു എന്ന ഏക രക്ഷകൻ മുഖാന്തരം നമ്മളെ ആത്മീയ മരണത്തിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുകയാണ്. ഇനി ഒരിക്കലും നമ്മുടെ സൃഷ്ട ആയുഷ്കാലം ഈ ഭൂമിയിൽ ശരീരത്തിൽ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നമ്മൾ പഴയ പടിയിലേക്ക് പോയി പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന് പോകരുതെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ ഇന്ന് കാലം നമ്മെ ഓർപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ഓർമ്മ നമ്മുടെ മനസ്സിൽ, നമ്മുടെ മനസ്സാക്ഷിയിൽ, നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു ആത്മീയ ജീവിതം, ആത്മീയ അവസ്ഥയിൽ തന്നെ മരണമില്ലാത്ത ഉണർന്ന ഒരു ജീവിതം നയിക്കുവാൻ പരിശുദ്ധ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.